2019 ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ അടുത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ സന്ദർശനത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുമായിട്ട് പാപ്പ സംസാരിക്കുന്നുണ്ട്. അവർക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ പാപ്പയോട് ചോദിക്കാം. അപ്പോൾ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി പാപ്പയോട് ചോദിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. പക്ഷെ സംസാരിച്ച് തുടങ്ങിയിട്ട് അവനത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പാപ്പ ഉടനെ തൻ്റെ അടുത്തേക്ക് അവനെ വിളിച്ചു. തന്നോട് ചേർത്ത് നിർത്തിയിട്ട് പാപ്പയോട്ട് മൗനമായി അവൻ തൻ്റെ കാര്യങ്ങളൊക്കെ പാപ്പയും അവന് മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് പാപ്പ ഉത്തരം കൊടുത്ത് അവനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വിടുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം പാപ്പ ആളുകളോട് പറയുന്നുണ്ട്, ഞാൻ ഇമ്മാനുവലിനോട് ചോദിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇമ്മാനുവലിൻ്റെ അപ്പൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ അവന് ജ്ഞാനസ്നാനം കൊടുത്തത് അപ്പനാണ്. കൂടാതെ 3 കുട്ടികൾക്കും ജ്ഞാനസ്നാനം പിതാവ് കൊടുത്തിട്ടുണ്ട്. ഇമ്മാനുവലിൻ്റെ സംശയം അവൻ്റെ അപ്പൻ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നാണ്. പാപ്പ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അപ്പൻ സ്വർഗത്തിലേക്ക് പോകും. താൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ലെങ്കിലും തൻ്റെ 4 മക്കളെയും ജ്ഞാനസ്നാനം മുക്കി ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആ അപ്പന് സാധിച്ചു. തീർച്ചയായിട്ടും അപ്പൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഇമ്മാനുവലിനോട് പറഞ്ഞ് ഇമ്മാനുവലിന് ഒത്തിരി സന്തോഷമായി. തൻ്റെ മുമ്പിൽ കരയുന്ന ആരോടും എപ്പോഴും സ്നേഹം കാണിക്കുന്ന ഫ്രാൻസിസ് പാപ്പ സ്വർഗത്തിലിരുന്ന് തൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കും മേടിച്ചു തരും.